ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ലെറ്റ്സ് വെൽക്കം ഡോൺ മാക്സ്. വെൽക്കം ടു ദി ഷോ. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, അയർലൻഡിൽ എന്താണ് പരിപാടി, എന്താണ് വിശേഷം? അയർലൻഡിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവരുടെ കൂടെ വന്നതാണ്. അയർലൻഡിൽ ഒരു പ്രൊജക്ട് കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ഉണ്ട്. അങ്ങനെ അത് സംഭവമായിട്ടാണ്. അയർലൻഡ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ഏതൊക്കെ ഭാഗങ്ങളിൽ പോകാൻ കഴിഞ്ഞു? എന്നാണ് ഇവിടെ വന്നത്? ഒരു 10 ഡേയ്സിന് മുകളിലായി. ഓൾമോസ്റ്റ് ഒരു മാക്സിമം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. കോർക്ക് എന്ന് പറഞ്ഞ സ്ഥലം പോയി. മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയൊക്കെ. ഓക്കെ, ഞങ്ങളിവിടെ എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്നില്ല കേട്ടോ, ഒരുപാട് പേര് എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ് നോക്ക് എന്ന് പറയുമ്പോൾ. എല്ലാവർക്കും സമ്മർ സ്പ്രിംഗ് വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഒരു മാസം അല്ലെങ്കിൽ മേ ബി ഒരു 3-4 വീക്സ് മുമ്പാണ് വന്നെങ്കിൽ ഡിഫറെന്റ് ഫീലാണ്. ഓൾ ടുഗദർ ഡിഫറെന്റ്. നമ്മളിങ്ങനെ ക്യാൻവാസ് മാറ്റുന്ന പോലെയാണ് അയർലൻഡില്. സണ്ണുള്ളപ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അയർലൻഡ് ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ. പിന്നെ എനിക്ക് ആദ്യം തന്നെ ചോദിച്ചറിയാനുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരാളാണെന്ന്. നമ്മുടെയൊക്കെ എല്ലാം അറിയാം. ഇപ്പൊ മോസ്റ്റ് റീസെന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത മലയാളം ഫിലിമാണ് എമ്പുരാൻ അല്ലേ? അപ്പൊ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് ദ ടീസർ ട്രെയിലർ പ്രമോഷൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്, ഡോൺ മാക്സ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ എന്ത് വിശേഷം പറഞ്ഞാലും നമ്മള് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഒരുപാട് ഒരു എന്താ പറയുക, ഒരു പ്രോസസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു ആ ഫിലിമിന്. പക്ഷെ ഭയങ്കര എനിക്കത് മലയാള സിനിമ അടുത്ത് കണ്ട ഏറ്റവും വലിയൊരു വിജയമായിരുന്നു. ആക്ച്വലി അതിൽ ഒരു പാർട്ടാകാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം അതിന്റെ ലൂസിഫറും ഞാൻ തന്നെയായിരുന്നു അതിന്റെ ട്രെയിലർ സെലക്ട് ചെയ്തത്. ഇത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ഹ്യൂജ് ഫിലിമാണ്. നമ്മള് എല്ലാവരും മലയാളികളുടെ എല്ലാം ഒരു ആഘോഷമായിട്ടുള്ള ഒരു ഫിലിമായിരുന്നു എമ്പുരാൻ. അങ്ങനത്തെ ഒരു വലിയ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു ഫിലിമിന്റെ ട്രെയിലറും ടീസറും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. നമുക്കത് ഏത് കാണിക്കണം, ഏത് കാണിക്കണ്ട, അങ്ങനെ നമ്മളത് ചെയ്യണമല്ലോ. നമുക്ക് ചില എലമെന്റ്സ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, റിവീൽ ചെയ്യണം. അത് പ്രത്യേകിച്ചൊരു ഇത്രയും സ്കെയിലുള്ള ഒരു ഫിലിമാകുമ്പോൾ അതൊരു കുറച്ച് ഹെവി വർക്കായിരുന്നു. ആണല്ലേ? ഓക്കെ. അപ്പൊ ഈ ത്രൂ ഔട്ട് ദ പീരീഡ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു എത്ര 5 ഇയേഴ്സോളം ആയെന്ന് തോന്നുന്നില്ലേ ആ ഒരു പ്രോജക്ട് തുടങ്ങിയിട്ട്? അപ്പൊ അത് കണ്ടിന്യൂസ്ലി ആ പ്രോജക്റ്റ് ആയിരുന്നു ഡോൺ മാക്സ് ഉണ്ടായിരുന്നു അതോ? അല്ല, ഞാൻ ട്രെയിലേഴ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് പ്രൊജക്ട് ചെയ്യാൻ എൻ്റെ കിട്ടുന്നത്. സെൻസിലൊക്കെ മ്യൂസിക് ഉണ്ടാവില്ല, അതിന് ആ കംപ്ലീറ്റ് ചെയ്ത ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സ്റ്റേജിലായിരിക്കും എനിക്ക് കിട്ടുന്നത്. അതിനകത്തൊരു ഡയലോഗ്സും കാണുമായിരിക്കും, ഡയലോഗ്സ് ഉണ്ടാകും. പിന്നെ ടോട്ടൽ ഫിലിം ചിലപ്പോൾ അത് ട്രിംഡ് ആയിരിക്കില്ല, ഫുൾ ലെങ്ത് വേർഷൻ ആയിരിക്കും. അതിനുശേഷമായിരിക്കും അവർ ട്രിം ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ട്രെയിലർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇപ്പം നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ കൂടുതൽ എക്സൈറ്റ്മെന്റിലായിരിക്കുമല്ലോ ആ കണ്ടന്റ് ടേബിളിലോട്ട് വന്നപ്പം വെയിറ്റ് ചെയ്തോണ്ടിരുന്നല്ലേ എന്തൊക്കെ അതിന് എടുക്കാൻ പറ്റും, എങ്ങനെയൊക്കെ പ്രേക്ഷകരെ ആകർഷിക്കാൻ പറ്റും എന്നുള്ളത് അല്ലെ? അപ്പം ആ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ പറഞ്ഞ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നത്. പക്ഷെ കമ്പയർ ടു ഓൾ ദ പ്രോജക്ട് ഡോൺ മാക്സിന്റെ കരിയറിലെ തന്നെ പ്രോജക്ട്സ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ അതായിരുന്നു ഒരു ഡിഫിക്കൽട്ട് പ്രോജക്ട് എന്ന് പറയാൻ പറ്റുന്നതോ? അങ്ങനെയല്ല. ആക്ച്വലി എല്ലാ പ്രൊജക്ട്സും നമുക്ക് ഇതാണ്, ഓരോന്നിനും ഓരോ പ്രൊജക്ടിൻ്റെതായ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പം ഒരു ഹ്യൂമർ ഫിലിം വന്നാൽ അത് നമ്മൾ അതിനനുസരിച്ച് അതിനെ എങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഒരു ത്രില്ലർ വന്നാൽ അതിനകത്ത് ഏതെല്ലാം ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അത് ഓഡിയൻസിലേക്ക് എത്തിക്കണം. അത് ആക്ഷൻ ഫിലിം ആണെങ്കിൽ അതിന് എങ്ങനെ ഒരു മാസ്റ്റർ ഓഡിയനെ പുള്ളി ചെയ്യണം, അപ്പോൾ അതിന് എന്ത് ടൈപ്പ് എഡിറ്റ് അല്ലെ ഒരു ട്രെയിലർ വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും. അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തൊരു പ്രൊജക്റ്റിനാണ്. അപ്പം ഞാൻ എമ്പുരാൻ ഈ പറഞ്ഞ വലുതും സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലെ ഒരു നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബോളിവുഡുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്കൊരു ആ ഒരു സ്കെയിലിൽ ഒരിക്കലും മലയാളത്തിലൊരു ഫിലിം ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. നമുക്ക് അതിന് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് മേക്ക് ചെയ്തൊരു ഫിലിമാണ് എമ്പുരാൻ. അപ്പൊ അതുകൊണ്ട് അതിനൊരു തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. നമ്മളിപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വലിയ പ്രൊജക്ട് ചെയ്യാനാണല്ലോ, ആരാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ വലിയൊരു ഫിലിമിന്റെ ചെയ്യാൻ ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു.
ഞാനൊരു പൃഥ്വിരാജ് ഫാനാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത്, പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കൊക്കെ ഒത്തിരി നമ്മുടെ ഇന്റർവ്യൂസിലൊക്കെ കേട്ടും കണ്ടും ഒക്കെ കാണുമ്പോൾ ഒരുപാട് മോട്ടിവേഷൻ തരുന്ന രീതിയിലല്ലേ ഇപ്പൊ ഓരോ വളർച്ചയൊക്കെ എടുത്ത് നോക്കുമ്പോൾ. അപ്പൊ ഒരു പൃഥ്വിരാജ് ഫാനാണെന്ന് പറയാം. എനിക്ക് പിന്നെ കൂടുതൽ നമ്മളിവിടെ ആക്ച്വലി റിലീസിന്റെ സമയത്ത് തന്നെ ഒരുപാട് ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കിങ്ങിനെ പറ്റിയായിരുന്നു. അപ്പൊ എനിക്ക് രസകരമായ ഒരു കാര്യം പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇവിടെ നഴ്സിംഗ് പ്രൊഫഷണൽസ് ഒക്കെ ആണല്ലോ ഹെൽത്ത് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നത്, ഷിഫ്റ്റ് ബേസ്ഡ് ജോലിയൊക്കെയാണ്. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് മാനേജറും എന്താ പറയുന്നത് ടീം എല്ലാം ഉള്ള ആളും ഒരുമിച്ച് ലീവ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ സിക്ക് ലീവ് വിളിക്കുന്നു, തിയേറ്ററിൽ എന്നിട്ട് ഒരുമിച്ച് കണ്ടുമുട്ടുന്നു. അപ്പൊ സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഐരിഷാർക്ക് വരെ ഫെമിലർ ആയിരുന്നു ഇങ്ങനെ ഒരു മൂവി റിലീസിനെ പറ്റി. അപ്പൊ അത്രമാത്രം പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അയർലൻഡിൽ നിന്ന്. ഇപ്പൊ എഡിറ്റിങ്ങിനെ പറ്റി പറയുമ്പോ, എഡിറ്റിംഗ് എന്ന് പറഞ്ഞത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇവിടെയാണ് ഞാൻ ഫിലിം കണ്ടത്. ഓക്കെ, അത് ഞാൻ ചോദിച്ചില്ല, ആക്ച്വലി ചോദിക്കേണ്ടതായിരുന്നു. ഫിലിം കണ്ടു. ഞാനൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്രയും മലയാളി ക്രൗഡ് ഇത്രയും വരുന്നു, തിയേറ്ററും എല്ലാ ഷോയും ഫുള്ള്. അവിടെ നിൽക്കുന്ന ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്ന ഇവിടുത്തെ ഒരു ഐറിഷുകാരൻ തന്നെ അതിശയത്തോടുകൂടി നോക്കുന്നു. അപ്പൊ അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ ആ ഒരു ക്രൗഡിന്റെ കൂടി നിന്നാണ് എനിക്ക് ആക്ച്വലി നാട്ടില് അപ്പം ഇതിലും അറിയാമല്ലോ. എങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കായി. കാരണം ഇത്രയും ഒരു ആൾക്കാര് മലയാള ഫിലിം ഒരു 250 ഫിലിമിന് ഇത്രയും ഫാമിലിയോട് കൂടി വന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാം ഫുൾ. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഞാന് നമ്മള് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കത് മനസ്സിലാവും. നമ്മളിങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഷിഫ്റ്റ് ബേസ്ഡ് ഒക്കെ വർക്ക് ചെയ്യുന്നവരെ അവധി ഉണ്ടോ ഇല്ലയോ, ആനുവൽ ലീവ് ബുക്ക് ചെയ്തിട്ട് ആനുവൽ ലീവ് കിട്ടാത്തൊരു സിക്ക് ലീവ് ബുക്ക് ചെയ്തിട്ടൊക്കെ പോയ ആളുകളുണ്ട്. അപ്പം അതെനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പൊ നമുക്ക് അത്രയും അറിയാം അത് എത്രമാത്രം വിവരങ്ങളിലോട്ട് പോയെന്ന്. പിന്നെ ഒത്തിരി പേര് ആ മേക്കിംഗ് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് ഡോൺ മാക്സിനോട് ഞാൻ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്ന ആ മേക്കിംഗ് എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ നമുക്ക് എപ്പോഴും നമ്മളെ കമ്പാരിസൺ ആണല്ലോ ബോളിവുഡിലോട്ടും ഹോളിവുഡിലോട്ടും. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു പടം, അല്ലെങ്കിൽ നമുക്കും പറയാം ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന് പറയാം, ടെക്നിക്കൽ വൈസ് ഒക്കെ ഡെഫിനറ്റ്ലി ആയിട്ടും അത് പറയാമെന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞു ഇവിടെ ആ കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഏകദേശം റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവല്ലോ, ചുമ്മാ പറഞ്ഞല്ല. നമ്മളിവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയപ്പോഴും ഇത് തന്നെയായിരുന്നു ടോക്ക്, ബ്രാൻഡിന്റെ വിശേഷങ്ങളായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു മേക്കിങ്ങിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള പെട്ടെന്ന് മനസ്സിലോട്ട് വന്നൊരു കാര്യമാണ്, എഡിറ്റിംഗ് ഒരു പ്രൊഫഷനായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അപ്പൊ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ മാസ് ഇൻഡസ്ട്രിയാണ്. അതിനകത്ത് ഞാനൊക്കെ ആദ്യമേ ചെറുപ്പത്തിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കുറച്ച് പേടിയോടുകൂടി കാണുന്ന ഒരു സംഭവമാണ്. അങ്ങോട്ട് പോവാമോ അടുത്തോട്ട് പോവാമോ, നമുക്ക് ഫിലിം കാണാം, പക്ഷെ അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റി അല്ലെങ്കിൽ ഒരു ആക്ടിങ്ങിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അയ്യോ അത് വേണ്ട എന്ന് പറയുന്നത്. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം അത് മാറി 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 ഇങ്ങനെ വന്നു. ഒരുപാട് പേര് അതിനെപ്പറ്റി സംസാരിക്കും, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നു. ഇപ്പം എന്റെ തന്നെ ഒരു കസിൻ ബ്രദർ ഇതുപോലെ അനിമേഷനൊക്കെ പഠിച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ട്രെയിലറും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആദ്യം നമ്മുടെ അല്ലെങ്കിൽ എന്റെ ഫാമിലി എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരാളെ പറ്റി കേൾക്കാൻ പോലും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പൊ ഞാനായാലും എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഞാനത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു ജോലിയായും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഈ ഫിലിം ഇൻഡസ്ട്രി ഒക്കെ. ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏത് ഒരു മീഡിയ എന്റർടൈൻമെന്റ് സെഗ്മെന്റിലേക്കുള്ള ആക്സസ് ഭയങ്കര ഈസിയാണ്. ഈസി മീൻസ് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് കോഴ്സ് പഠിച്ചാൽ അല്ലെങ്കിൽ എന്ത് സോഫ്റ്റ്വെയർ പഠിച്ചാൽ അതിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യപ്പെടാം. നമുക്ക് നമ്മുടെ ഒരു ഇപ്പം ട്രെയിലർ ചെയ്തു, അത് ഡിസ്പ്ലേ ചെയ്യാൻ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ അതിൽ കാര്യമില്ലല്ലോ. നമ്മൾ വർക്ക് ചെയ്ത ഒരു സാധനത്തിനെ എങ്ങനെ ആ ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും, അത് ഇപ്പൊ ഈസിയാണ്. യൂട്യൂബ് ഉണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അതില് ആ ഒരു ഇപ്പം ഒരുപാട് പേര് ഇതിന്റെ തന്നെ എംബ്രാന്റെ കട്ട് ട്രെയിലേഴ്സും ടീസറിനൊക്കെ റീകട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടെ എന്താണ് അതില് പാഷനേറ്റ് ആയിട്ട് നിന്നാല് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഈ എന്താണ് നമ്മളൊരു ഫോൺ ഇപ്പം പലരും പറയാനുണ്ട് ഫോണിൽ എഡിറ്റ് ചെയ്യാം. ഫോണിൽ എഡിറ്റ് ചെയ്യുന്നതും നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എഡിറ്റും തമ്മിൽ ഡിഫറൻസ് ആണ്. ഫോണിൽ നമുക്കൊരു ക്വിക്കായിട്ടുള്ള ഒരു പ്രോസസ്സിലാണ് നമ്മൾ തീർക്കുന്നത്. മാക്സിമം ഡേ ഓർ 2 നമ്മൾ തീർക്കും ചെയ്ത് ഹോം വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ വീഡിയോ ചെയ്ത്. ഫിലിം ആകുമ്പോൾ നമുക്കൊരു വലിയ പ്രോസസ്സാണ്. ഇപ്പൊ ഇമ്രാൻ പോലത്തെ ഫിലിം നടക്കുന്ന അവർ ഒരു എഡിറ്റ് തന്നെ ഒരു 2 ഇയർ ഒക്കെ അവർ
കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിന്റെ കൂടെ തന്നെ എഡിറ്റ് നടക്കുന്നു, അതിനുശേഷം അതിന്റെ ഫൈനൽ നടക്കുന്നു, പിന്നെ അതിന്റെ VFX ഷോട്ട്സുകൾ ചെയ്യുന്നു, സൗണ്ട്, അതിനുശേഷം തിരിച്ചു വന്ന് ഫൈനൽ എഡിറ്റ് ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സ് വഴി വേണം പോകാനായിട്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് കണ്ടു കഴിയുമ്പം ഇപ്പോൾ ഒരു അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകാനായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ എഡിറ്റ്, എനിക്ക് നാളെ ഫിലിം എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാല് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് കുറച്ച് ആ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഒരു കണ്ടന്റ് പോലെ ഇതിനെ ട്രീറ്റ് ചെയ്യരുത്. അതിൻ്റെതായ ചില എസ്തെറ്റിക്സ് അല്ലെങ്കിൽ ചില ഇതുണ്ട്. ഇപ്പം ഒരു എഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് മ്യൂസിക് ഇൻവോൾവ് ആണ്, ഇതൊരു റിതം, ടൈമിങ്, അതെല്ലാം ഇൻവോൾവ് ആണ്. വിഷ്വലി നമ്മളത് പിക്ക് ചെയ്യുന്ന ഷോർട്സുകൾ നന്നായിരിക്കണം. ഇതെല്ലാം നമ്മൾ അറ്റ് എ ടൈം ജഡ്ജ് ചെയ്യണം. അതാണ് ഒരു ഗുഡ് എഡിറ്റർ എന്നുള്ള ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ? ഓക്കെ. ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ടെക് കൺസൾട്ടന്റ് ആവണം. അപ്പൊ എനിക്കത് ഞാൻ ആക്ച്വലി ഡോൺമാക്സിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ, വീഡിയോസും ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് അറിയാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചത്, കാരണം എനിക്കൊരു എഡിറ്റിംഗ് എക്സ്പീരിയൻസ് നോളജ് ഇല്ല. പക്ഷെ എനിക്കുള്ള എക്സ്പീരിയൻസ് ഞാൻ കമ്പയർ ചെയ്ത ഒരു പ്രോസസ് ഫ്ലോ ആണ്. ഞാനിപ്പോ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയിൽ എടുത്ത് ജമ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് റിക്വയർമെന്റ് ഗ്യാദർ ചെയ്യുമ്പോൾ ഒന്നും മിസ്സാക്കിയിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുപോലെയാണല്ലോ ഏത് പ്രോസസ് ആയാലും, നമുക്കതിന്റെ എൻഡ് ടു എൻഡ് മനസ്സിലാക്കാൻ മാത്രമേ പ്രോപ്പറായിട്ട് ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതൊക്കെ കൊണ്ട് ചെന്നിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റണേ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി നോളജ് ഉണ്ടായാൽ മാത്രം പോരാ. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതിലൊരു ക്രിയേറ്റിവിറ്റി, തിങ്കിങ്ങും ആന്റിസിപ്പേഷൻ, ജഡ്ജ്മെന്റും എല്ലാം ആവശ്യമാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഒരു മൾട്ടി ടാസ്കിങ് ഡെഫിനറ്റ്ലി. മൾട്ടി ടാസ്കിങ് അല്ല, ആക്ച്വലി നമ്മളത് ഓട്ടോമാറ്റിക്കലി ഈ ഇത്രയും എലമെന്റ്സുകളെ, വിഷ്വൽ അല്ലെങ്കിൽ ഇത്രയും ക്രാഫ്റ്റുകൾ ഉണ്ടല്ലോ, ഡിഫറെന്റ് ക്രാഫ്റ്റ്സ്. അപ്പൊ ഈ ക്രാഫ്റ്റിനെല്ലാം നമ്മൾ മൈൻഡിൽ കണ്ടു വേണം നമ്മളത് ചെയ്യാനായിട്ട്. അതിന്റെ ഔട്ട്കം എന്തായിരിക്കണം എന്നുള്ളത് നമ്മളൊരു പ്രീവേസ് പോലെ നമ്മൾ മൈൻഡിൽ കാണണം. ഇപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഫൈനല്. ഇപ്പം മ്യൂസിക് ഇതായിരിക്കാൻ വരുന്നത്. നമ്മൾ മ്യൂസിക് ഡയറക്ടർ അല്ല, മീൻസ് മ്യൂസിക് ഡയറക്ടർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇതിലായിരിക്കും വരുന്നത്. അതുപോലെ സോങ്സ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു എവിടെയായിരിക്കും അത് ചെയ്യുന്നത്, ഇങ്ങനെയായിരിക്കും ഒരു സീൻ ടു നെക്സ്റ്റ് സീൻ എന്താണ് നമ്മൾ മ്യൂസിക്കലി കണക്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ജഡ്ജ്മെന്റ് നമുക്ക് ഉണ്ടാകും. വേറൊരു ടോപ്പിക്കിലോട്ട് പോയി കഴിഞ്ഞാൽ, റീസെന്റ് ആയിട്ട് കണ്ട ഇന്റർവ്യൂല് ഷീല വളരെ മനോഹരമായിട്ട് എംബ്രാനെ പറ്റി പറയുന്നുണ്ട്. വളരെ നല്ല മൂവിയാണ്, കണ്ടിരുന്നു, എല്ലാവരും കാണണം, നല്ല മേക്കിംഗ് ആണ്, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയല്ല. അപ്പൊ അത് കേട്ടിരുന്നോ? അങ്ങനെ ഓക്കെ. അപ്പൊ ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യുവാണ് കേട്ടോ. സ്വരാജ് വെഞ്ഞാറമൂടിന്റെ ക്ലബ് ഓഫ് എഫിന്റെ ഒരു ഇന്റർവ്യൂല് ഇമ്രാനെ പറ്റി ചോദിച്ചു പറഞ്ഞത്, ഒറ്റ വാക്കി പറഞ്ഞത് ജംഗിൾ പൊളിയാണെന്ന് പറഞ്ഞ ഒരു പുതിയ വാക്കൊന്നും കൂടെ പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടോ പറയാനായിട്ട് ഇമ്രാനെ പറ്റി? ഒരു വേർഡ് പക്ഷെ അതൊരു പുതിയ വേർഡായിരുന്നു എനിക്ക്, അതുകൊണ്ട് ഞാനത് നോട്ടീസ് ചെയ്തു കേട്ടോ. അങ്ങനെയും പറയാല്ലേ, ഇപ്പൊ ചിലപ്പോൾ കുറെ പേര് അത് ഏറ്റുപിടിക്കുമായിരിക്കും. നമുക്ക് എനിക്ക് കേൾക്കാൻ പറ്റും പല സ്ഥലങ്ങളിലും. ലാലേറ്റിനും പൃഥ്വിരാജൊക്കെയുള്ള വർക്ക് എങ്ങനെയാണ്? ലൈക്ക് ഇത് ആദ്യത്തെ പ്രോജക്റ്റ് അല്ല, ഡെഫിനറ്റ്ലി എനിക്കറിയാം, കുറെ അധികം പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ. അപ്പം അതൊരു കണ്ടിന്യൂസ് ടീം വർക്കാണോ, അതോ ഇൻ ബിറ്റ്വീൻ വർക്ക് കണ്ടിട്ട് നമ്മളിപ്പോ ജോലിക്കൊക്കെ അപേക്ഷിക്കുന്ന പോലെ എങ്ങനെയാ അതിന് വരുന്നത്? അത് ആക്ച്വലി ഡിപ്പെൻസ് ആണ്, ഒരു പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പം കാസർഗോഡ് ഞാൻ ഒരുപാട് ഫിലിംസ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ട്രെയിലർ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നരൻ എന്ന് പറഞ്ഞ ഫിലിമിന്റെ നാട്ടുരാജാവ് എന്ന് പറഞ്ഞ മൂവിയാണ് എന്റെ ആദ്യത്തെ ട്രെയിലർ എഡിറ്റ്. അത് ഫുൾ മൂവി നാട്ടുരാജാവ്. അപ്പൊ അങ്ങോട്ട് സാറിന്റെ വർക്കുകൾ ഇങ്ങനെ നരൻ, അങ്ങനെ കുറെ ഫിലിംസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ആശീർവാദമായിട്ടുള്ള ഒരു റാപ്പറുണ്ട്. പിന്നെ രാജുവായിട്ടും ഇപ്പം ഒരുപാട് പ്രൊജക്ട്സുകൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യപ്പനും കോശി, ഡ്രൈവിംഗ് ലൈസൻസ്, 43, പാവാട, കുറെ ഫിലിംസ്. രാജുവിന്റെ ഓൾമോസ്റ്റ് കുറെ ഫിലിംസ് ചെയ്യും. അപ്പം അത് നമ്മള് വർക്കിനെ ഒരു എന്താണ് വർക്ക് ഡിമാൻഡ് ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ എന്റെ അടുത്ത് വരും. ചിലപ്പോൾ എഡിറ്റേഴ്സ് തന്നെ ട്രെയിലർ കട്ട് ചെയ്യാറുണ്ട്. ആ പടത്തിന് തന്നെ എഡിറ്റേഴ്സ് ട്രെയിലർ കട്ട് ചെയ്യാറുണ്ട്. പിന്നെ രാജുവിന്റെ ഒരു ഇതില്
എനിക്ക് ആക്ച്വലി ലൂസിഫർ വന്നപ്പോൾ നമുക്കൊരു വേറൊരു പെർസ്പെക്റ്റീവ് കട്ട് ചെയ്യാം, ഒരാളുടെ എടുക്കുന്ന അല്ലെങ്കിൽ വേറെ ഒരാളുടെ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇത് ചെയ്തത്. ഗുണം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ, ലൈക്ക് എഡിറ്റ് ചെയ്യാത്ത ഒരാളാണ് ട്രെയിലർ ചെയ്യുന്നെങ്കിൽ? അത് അവയെന്ന് വെച്ചാൽ ഡിപ്പെൻസ് ആണ്. നമ്മൾക്ക് ഇപ്പം ചിലർക്ക് നമുക്ക് ഒരു ഞാൻ ചെയ്യുന്ന ഒരു സാധനമായിരിക്കില്ല വേറെ ഒരാൾ ചിലർ ചെയ്യുന്നത്, എന്നെക്കാളും നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ചിലപ്പം എൻ്റെ ഒരു ഫിലിമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ നന്നായിട്ട് വേറെ ഒരാൾ ചെയ്യും, ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് റൈറ്റ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അതെല്ലാം ഒരു ഇതാണ് എന്താ പറയുന്നത്, ഒരു ജഡ്ജ്മെന്റ് നമ്മുടെ ഒരു പ്രൊജക്ടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതെല്ലാം വരുന്നത്. ഞാൻ ആക്ച്വലി കൂടുതൽ എഡിറ്റിങ്ങിനെ പറ്റി മനസ്സിലാക്കിയത് സ്പോട്ട് എഡിറ്റിങ്ങിനെ പറ്റിയും ഫിലിം എഡിറ്റിങ്ങിനെ പറ്റിയും ഒക്കെ മനസ്സിലാക്കിയത് ഈ സമയങ്ങളിലാണ്. അപ്പം ഒരു പ്രിപ്പറേഷൻ എന്ന നിലയിൽ തന്നെ ഞാൻ ചെയ്തൊരു ഹോംവർക്ക് ആയിരുന്നത്. അപ്പം അതായിരുന്നു മലയാള സിനിമയിൽ കൊണ്ടുവന്ന ഒരു വലിയ മാറ്റം അല്ലെ, സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിനെ പറ്റി ഒന്ന് പറയാമോ? സ്പോട്ട് എഡിറ്റിംഗ് ആക്ച്വലി നമുക്ക് സ്പോട്ട് എഡിറ്റിംഗ് ഞാൻ ടൈഗർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഡിജിറ്റൽ അല്ല. നമുക്കിപ്പോൾ ഒരു ഫിലിം ഇപ്പം നമ്മളിപ്പോ എടുക്കുന്ന ഇന്റർവ്യൂ കഴിഞ്ഞാൽ മെമ്മറി കാർഡ് കോപ്പി ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, അല്ലെ ഫോണിൽ ചെയ്യും. ഇത് അന്ന് ആ പ്രോസസ്സ് നടക്കില്ല. ഇത് ഫിലിമിലേക്ക് പോകുന്നു, കൺവേർട്ട് ആവുന്നു, കൺവേർട്ട് ആയതിനു ശേഷം ഇത് ചെന്നൈയിൽ പോകുന്നു, ചെന്നൈയിൽ ലാബിൽ പ്രോസസ് ചെയ്തിട്ട് ആ റോഡ്സ് നമുക്ക് തിരിച്ച് ടേപ്സിലാണ് വരുന്നത്. അപ്പൊ ടേപ്സ് ക്യാപ്ചർ ചെയ്യണം. ക്യാപ്ചർ ചെയ്യുന്നതിന് മറ്റേ നമ്മൾ കോപ്പി പേസ്റ്റ് നടക്കില്ല. എത്ര 30 മിനിറ്റ്സ് ആണെങ്കിൽ 30 മിനിറ്റ്സ് നമ്മൾ മാനുവലി ഫിസിക്കലി തന്നെ അത് ഇൻസേർട്ട് ചെയ്യണം, ക്യാപ്ചർ ചെയ്യണം. അതിനുശേഷം മാത്രമേ എഡിറ്റിംഗിലേക്ക് കയറാൻ പറ്റുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മൾ ആ ഒരു പ്രോസസ്സ് പോകുന്നത്. അപ്പം സ്പോട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്ന് ആ ഒരു ഇതിനെ ഈ ഫിലിമിന്റെ ഫുട്ടേജിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ട്രൈ ചെയ്തത്. അപ്പൊ അത് അങ്ങനെ ലൊക്കേഷൻ ഓൺ ലൊക്കേഷനിൽ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തു. അപ്പൊ അത് സക്സസ് ആയി. അങ്ങനെ എൻ്റെ ഫിലിം ഇവർ ചെയ്തു. അങ്ങനെ അത് ആദ്യത്തെ ഫിലിമായിട്ട് ടൈഗർ മാറി. അത് ഭയങ്കര ഒരു മൂവിയാണ് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം, എൻ്റെ പപ്പയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സുരേഷ് ഗോപി ഫാനാണ്. അപ്പം ഒത്തിരി പ്രാവശ്യം അപ്പം ആ സമയത്ത് അറിയത്തില്ല ലൈക്ക് ഇത് എങ്ങനെ എഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതൊരു ട്രെയിലറായിട്ട് വരുന്നു, അതിന്റെ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് നമുക്കറിയത്തില്ല. നമ്മൾ എന്താണ് സ്ക്രീനിൽ വരുന്നത് അത് കണ്ട് എൻജോയ് ചെയ്യുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഇത് അതിപ്പോൾ അന്വേഷിക്കുന്നു പോലില്ല കേട്ടോ, ടു ബി ഓണസ്റ്റ്. ആരാണ് ആ ട്രെയിലർ ചെയ്തതെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു സുരേഷ് ഗോപിയാണ്. അല്ല ആരാണ് ഹീറോ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ മാക്സിമം ഡയറക്ടർ ആരാണ് എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് ഒക്കെ ചെയ്തപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജേർണി ഞാൻ കണ്ടു ഫ്രം ടൈഗർ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ഒരുപാട് എന്താ പറയുന്നത് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മൂവികളും സൂപ്പർ സ്റ്റാർസിന്റെ കൂടെയുള്ള മൂവികളൊക്കെ കണ്ടു, എഡിറ്റർ ആയിട്ട് കണ്ടു. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ കണ്ടു മലയാളം മാത്രമല്ല വേറെ ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പൊ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ആക്ച്വലി ഞാൻ ഇതില് ചിലമ്പാട്ടം എന്ന് പറഞ്ഞ ചിമ്പുവിന്റെ ഫിലിമാണ് എന്റെ ഫസ്റ്റ് തമിഴ് ഫിലിം. അതിനുശേഷം വിജയ് സാർ, സൂര്യ, അങ്ങനെ ഒത്തിരി മൂവീസ് എല്ലാ നമ്മളെല്ലാവരുടെയും ഡ്രീമിലുള്ള ഹീറോസിന്റെ എല്ലാം പടങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റി. കൂടുതൽ പറ്റട്ടെ. അപ്പൊ അത് നമ്മൾ ഓരോ ഇൻഡസ്ട്രിയും അത് അതിൻ്റെതായ ഒരു പാറ്റേൺ ഉണ്ട്. എഡിറ്റ് ആണെങ്കിലും അതിന്റെ വർക്ക് ഫ്ലോ ടോട്ടലി വേറെയാണ്. ഇപ്പൊ ഇവിടുത്തെ ഇപ്പം അയർലൻഡിലെ ഒരു ട്രാഫിക് സിസ്റ്റം അല്ലല്ലോ ഒരിക്കലും. നമുക്ക് വേണമെങ്കിൽ പറയാൻ ചെയ്യുന്നത്, പക്ഷെ ഡിഫറെന്റ് വേയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ അവിടെയും അതിനൊരു ഹ്യൂജ് സ്കെയിലാണ്, ടൈം എടുക്കും ഒരുപാട്. പിന്നെ അതിന്റെ ടെക്നീഷ്യൻസിന്റെയും കോർഡിനേഷൻ, അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള ഒരു എന്താ പറയുന്നത് ഈ അവിടെ കുറച്ചും കൂടെ നമുക്ക് സ്കെയിൽ വൈസ് ഭയങ്കര കൂടുതലാണ്. നമുക്ക് ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഒന്നുമില്ല.